എല്ലാവർക്കും ഇല്ലാത്തതിന്റെ ഇഷ്യൂ ഇത് തന്നെയാണ്. വെയിറ്റ് ലോസിലാണെങ്കിലും ഹെർബൽ ലൈഫ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്താണെങ്കിലും വരുമ്പോഴുള്ള ആവേശം പ്രോഗ്രാമിലോട്ട് എൻ്റർ ആയി ഉണ്ടാവത്തില്ല. കുറച്ചൊക്കെ ഉണ്ടായിരിക്കും ആവേശം, പക്ഷേ പ്രോപ്പറായിട്ട് ആ ഒരു ആവേശം നിലനിർത്തിക്കൊണ്ടൊന്നും പറ്റുന്നില്ല. കൺസിസ്റ്റൻസി ആണ് മെയിൻ ആയിട്ട്. ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്നെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കൺസിസ്റ്റൻസി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഗ്രാം ഡേ വൺ തൊട്ട് എൻഡ് റിസൾട്ട് എടുക്കുന്നതോളം വരെ കറക്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് പോയാൽ മാത്രമാണ് വലിയ കുഴപ്പങ്ങളില്ലാതെ വലിയ തട്ടുകളില്ലാതെ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ വെയിറ്റ് ലോസിനോടൊപ്പം കിട്ടുന്ന എല്ലാ റിസൾട്ടും കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ട് തന്നെ മിക്ക ആളുകളും ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തിട്ട് പോകുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവർ വരുന്നുള്ള സമയത്ത് ഇൻട്രസ്റ്റ് അവർക്ക് ഉണ്ടാകത്തില്ല. പ്രോഗ്രാം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അവരുടേതായ ഓരോ കാര്യങ്ങൾ കൊണ്ട് കൺസിസ്റ്റൻസി നഷ്ടപ്പെടും. പയ്യെ പയ്യെ ഡിലേ ആയിട്ട് ആ ഒരു 5 കിലോ 10 കിലോ വെയിറ്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ മതി എന്ന് പറഞ്ഞ് പോണ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ പോയിട്ട് കാര്യമില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ റിസൾട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല. കിട്ടിയ റിസൾട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ റിസൾട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ കിട്ടിയ റിസൾട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നവരെ കൃത്യമായിട്ട് പോയാൽ മാത്രമാണ് സാധിക്കത്തുള്ളൂ. അപ്പോൾ കൺസിസ്റ്റൻസി നമ്മുടെ സ്വയം ഇപ്പൊ ഒരുപാട് ലൈഫുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി കൃത്യമായിട്ട് നമുക്ക് കിട്ടാറില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒരു പരിധി വരെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 90% കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ മനുഷ്യന്മാരാണ്, ഓരോ ഇഷ്യൂസ് വരാറുണ്ട്. പക്ഷേ ഇടയ്ക്കൊരു ബ്രേക്ക് വന്നാൽ പോലും പെട്ടെന്ന് തന്നെ ട്രാക്കിലോട്ട് വരാൻ ശ്രമിക്കുക. അതല്ലാതെ വലിയ വലിയ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പ്രോഗ്രാം നിർത്താനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എത്രയും വേഗം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നിടം വരെ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ചെറിയ ചെറിയ ടിപ്സ് ആണ് പറഞ്ഞു തരുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്ത് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. കിട്ടിയ റിസൾട്ടിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മളെല്ലാവരും തന്നെ എക്സസ് വെയിറ്റിലാണ് വെയിറ്റ് ലോസ് പ്രോഗ്രാമിലോട്ട് വരുന്നത്. ചില ആൾക്കാർ ഒരുപാട് വെയിറ്റ് കൂടി ഉണ്ടായും, ചില ആൾക്കാർ ഒരു പരിധി കൂടുതൽ ഒരു ചെറിയ രീതിയിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ തന്നെ ആളുകൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് വരും. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഫുള്ളി ട്രാൻസ്ലേഷൻ ചെയ്താൽ മാത്രമാണ് ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്തുകൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ഒരു എക്സസ് വെയിറ്റിൽ വന്ന വ്യക്തികൾ കൃത്യമായിട്ട് നിങ്ങളുടെ എത്രയാണ് മെഷർമെന്റ് അതിലോട്ട് എത്തിക്കാനുള്ള പ്രോഗ്രാമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. വെയിറ്റ് ലോസ് പറഞ്ഞ രീതിയിൽ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പും കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് ഇങ്ങനെ ഒരു എൻഡ് റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ അറിയാം, വെയിറ്റ്, ഫാറ്റ്, BMI, സ്കിന്ന്, ഹെൽത്ത്, അതുപോലെ എല്ലാ കാര്യത്തിലും നമുക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ കൺസിസ്റ്റന്റ് ആയിട്ട് പോയാൽ മാത്രമാണ് ഈ റിസൾട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസിന് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റിസൾട്ടിലോട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ഇനി ഫസ്റ്റ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പോകാനായിട്ട് നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം. ഇപ്പൊ ചില ആളുകൾ പറയും എനിക്ക് 1 കിലോ കുറച്ചായി, 2 കിലോ കുറച്ചായി. ഇതൊന്നും അല്ല ഗോള്. വ്യക്തമായിട്ട് നിങ്ങൾക്ക് എത്ര കിലോ വെയിറ്റ് കുറയ്ക്കാണെന്നുള്ള ഗോൾ ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ പ്രോഗ്രാം പറയണത് എത്ര നാൾ പ്രോഗ്രാം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ ഹൈറ്റ് അതിനനുസരിച്ചാണ് വെയിറ്റ് വേണ്ടത്. ആ വെയിറ്റിൽ എത്തുന്നോളം വരെ നമ്മുടെ പ്രോഗ്രാം കൃത്യമായിട്ട് മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ ശരീരത്തിലെ കൊഴുപ്പിന്റെ അംശം കറക്റ്റ് ആവണം, അതുപോലെ BMI കറക്റ്റ് ആവണം. ഈ 3 കണ്ടീഷൻ കറക്റ്റ് ആവുന്നതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ 2 മാസം കൊണ്ടാണ് ഈ ഒരു അളവുകൾ കറക്റ്റായിട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മെഷർമെന്റ് കറക്റ്റായിട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ 2 മാസം എഗെയിൻ വെയിറ്റ് മെയിൻറ്റെയിനും ഫോളോ ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ പ്രോഡക്റ്റ് യൂസ് ചെയ്യണ വേണ്ടത് നിങ്ങളുടെ മാത്രം കൺസേൺ ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ക്ലാരിറ്റി ആയിട്ട് ഗോൾ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് വെരി വെരി ക്ലാരിറ്റി ഗോള്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എത്ര കിലോ വെയിറ്റ് കുറയ്ക്കാനുണ്ട്, ഏകദേശം എത്ര ആളോട് കുറയ്ക്കാൻ പറ്റും, കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കോച്ചിനോട് ഷെയർ ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോച്ച് നിങ്ങൾക്ക് ഒരു ഗോൾ പറഞ്ഞു തരും. അതും നിങ്ങളുടെ ഗോളും കൂടെ വെച്ച് കമ്പയർ ചെയ്തിട്ട് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി ആയിട്ട് ഗോൾ ഉണ്ടായിരിക്കണം. ഇത്ര കിലോ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നുള്ളത്. ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഫസ്റ്റ് ഏത് ഡേറ്റിലാണ് നിങ്ങളുടെ വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യണത്, സെക്കൻഡ് ഏത് മന്തിലാണ് കംപ്ലീറ്റ് ചെയ്യണത്, തേർഡ് ഏത് ഇയറിലാണ്. ഇപ്പൊ ചില ആൾക്കാർക്ക് ഒരുപാട് വെയിറ്റ് കുറയ്ക്കാണ്ട് ചിലപ്പോൾ 1 വർഷമൊക്കെ മുന്നോട്ട് പോകാറുണ്ട്. ഇനി വെയിറ്റ് കുറയ്ക്കാത്ത ആൾക്കാർ കൂട്ടിയും കുറച്ചും മുന്നോട്ട് പോകാറുണ്ട് വർഷങ്ങൾ. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കണം. ഡേറ്റ്, മന്ത്, ഇയർ. ഞാൻ ഇത്ര കിലോ വെയിറ്റ് കുറയ്ക്കും എന്നുള്ള ചോദ്യം ഒരിക്കലും ഉണ്ടാവരുത്. ഞാൻ ഇന്ന ദിവസത്തിനുള്ളിൽ, ഇത്ര മാസത്തിനുള്ളിൽ, ഇത്ര ഇയറിനുള്ളിൽ എൻ്റെ ഇത്ര കിലോ വെയിറ്റ് കുറച്ചിരിക്കും. അത് നിങ്ങൾ ക്ലാരിറ്റി ഉണ്ടാക്കണം. ഇതാണ് ഒരു ക്ലാരിറ്റി ഗോൾ എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് നിങ്ങൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കോച്ചിനോട് ഡിസ്കസ് ചെയ്തിട്ട് ഈ ഒരു ഗോൾ നിങ്ങൾ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
പ്രോഗ്രാം വിട്ട് എൻ്റർ ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു ഗോൾ മുന്നിലുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫംഗ്ഷൻസോ അല്ലെങ്കിൽ ഇടയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്ട്രഗിൾസോ വന്നു കഴിയുമ്പോഴത്തേക്കും ഗോൾ നമ്മുടെ മുന്നിലുള്ളതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് അതിനൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഫാസ്റ്റായിട്ട് നമുക്ക് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് വൺ ഗോളാണ്, അത് ക്ലാരിറ്റി ഉള്ള ഗോളായിരിക്കണം. നിങ്ങളുടെ കോച്ചുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഗോളായിരിക്കണം അത്. ഓക്കെ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ രണ്ട് സുന്ദരിമാരെ കാണുന്നില്ലേ, ഇത് ആരാന്ന് ചോദിക്കരുത് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഒബീസിറ്റി ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഡ്രസ്സുകൾ ഇഷ്ടപ്പെട്ടെടുത്തിട്ടുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഡ്രസ്സ് എടുക്കുക. ആ ഡ്രസ്സ് നമ്മൾ എവിടെയെങ്കിലും എപ്പോഴും കാണാൻ പാകത്തിന് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇപ്പൊ നമ്മുടെ ബെഡ്റൂമിലാണെങ്കിലോ അല്ലെങ്കിൽ അലമാര എടുത്താണെങ്കിലോ നമ്മൾ എപ്പോഴും അത് നമ്മൾ വിസിബിലിറ്റി ആവുന്ന ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കുക. നമ്മൾ ഒളിപ്പിച്ച് വെക്കരുത് സാധനങ്ങളൊന്നും. ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ കൺമുന്നിൽ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് അട്രാക്ഷൻ ഉണ്ടാകും, അതിലോട്ട് വരണം. അപ്പൊ ആ വലിയൊരു സൈസിൽ നമ്മൾ ചെറിയ സൈസിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രോഗ്രാം കറക്റ്റായിട്ട് കൺസിഡർ ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പൊ എപ്പോഴും നിങ്ങൾക്ക് ചെറിയ സൈസുള്ള ഡ്രസ്സസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്തു വെക്കുക. പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്ന വ്യക്തികൾ നിങ്ങൾ മേടിക്കുമ്പോൾ വലിയ വലിയ ഡ്രസ്സ് മേടിക്കാതെ എപ്പോഴും ചെറിയ സൈസ് ഡ്രസ്സ് മേടിക്കുക. അപ്പോൾ ചെറിയ സൈസ് ഡ്രസ്സ് മേടിച്ചിട്ട് ഞാൻ ഇത്ര ആവേണ്ട ഡ്രസ്സ് എനിക്ക് ഇടാൻ പറ്റും, ആ ഒരു ഗോൾ വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോയിട്ട് ആ ഒരു ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്യാവശ്യം വെയിറ്റ് ലോസ് നടന്നുണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചെറിയ ഡ്രസ്സുകൾ പഴയതുണ്ടെങ്കിൽ എടുത്ത് എപ്പോഴും വിസിബിലിറ്റി ആവുന്ന രീതിയിൽ വെക്കുക, അതല്ലെങ്കിൽ ചെറിയ ഡ്രസ്സുകൾ മേടിക്കുക. വെയിറ്റ് കൂടിയതെന്ന് പറഞ്ഞ് വലിയ വലിയ ഡ്രസ്സുകൾ മേടിച്ചു കഴിഞ്ഞാൽ ആ സൈസ് കൂടിയിട്ട് പോകത്തുള്ളൂ. ഫസ്റ്റ് എസ് ആയിരിക്കും, പിന്നെ എം ആയിരിക്കും, പിന്നെ എൽ ആയിരിക്കും, പിന്നെ എക്സൽ ആയിരിക്കും, പിന്നെ ഡബിൾ എക്സൽ ആയിരിക്കും, പിന്നെ 4XL ഒക്കെ ആയിരിക്കും ആൾക്കാർ മേടിക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന സൈസിനേക്കാളും കുറച്ച് മേടിക്കുക. അപ്പൊ നമുക്ക് എപ്പോഴും പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാനും ആ വാങ്ങിച്ച ഡ്രസ്സ് ഇടാനുള്ള ആഗ്രഹം വരികയും ചെയ്യും. നമുക്ക് കൺസിസ്റ്റന്റ് നമ്മൾ പ്രോഗ്രാം ചെയ്യുകയും ചെയ്യും. ഇതും ഒരു ഗോളിന്റെ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇതും കൃത്യമായിട്ട് ചെയ്യുക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് ഗോൾ ഡിക്ലെയർ ചെയ്യണം. അതായത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ കുറ്റം പറയുന്ന കുറെ ആൾക്കാരുണ്ട്. നിന്നെ കൊണ്ട് അത് പറ്റത്തില്ല, നീ കുറെ നാളായിട്ടുള്ള പൊടി അല്ലെങ്കിൽ കുടിക്കണം, നിനക്ക് എന്താ വെയിറ്റ് കുറയാത്തത്, ഇങ്ങനെ എപ്പോഴും മറ്റുള്ളവർ നമ്മളെ ടോർച്ചർ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അതായത് വെയിറ്റ് കുറച്ചാലും ടോർച്ചർ ചെയ്യും, വെയിറ്റ് കൂട്ടിയാലും ടോർച്ചർ ചെയ്യും, എന്ത് ചെയ്താലും ടോർച്ചർ ചെയ്യും. അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് എപ്പോഴും പോയി നിങ്ങളുടെ ഗോൾ ഡിക്ലെയർ ചെയ്യണം. ഞാൻ ഇത്ര ആളുണ്ട്, ഇത്ര ഇതിൽ വെയിറ്റ് കുറച്ച് കാണിക്കുന്ന ഒരു ഡിക്ലറേഷൻ നടത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ഒരു എന്തായി, നിങ്ങൾക്ക് അവിടെ ഒരു ഉത്തരവാദിത്തമായി. അത് കുറച്ച് കാണിച്ചില്ലേ പിന്നെ നിങ്ങൾക്ക് നാണക്കേടാണ്. അപ്പൊ എപ്പോഴും നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് എപ്പോഴും നിങ്ങളുടെ ഗോൾ ഡിക്ലെയർ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ചിരിച്ചു മരിക്കും. വെറുതെ ഇരിക്കരുത്, കൃത്യമായിട്ട് കറക്റ്റായിട്ട് പ്രോഗ്രാം ചെയ്ത് മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമാണ് വെയിറ്റ് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഗോൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മളവിടെ റെസ്പോൺസിബിലിറ്റി ആയി. ഇനി അത് കുറച്ചില്ലെങ്കിൽ ആളെ കാണുമ്പോൾ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യും, ആളുടെ കളിയാക്കൽ നമ്മൾ കേൾക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഇത് നമ്മുടെ മൈൻഡ്സിന്റെ ഉള്ളിൽ തന്നെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എത്ര തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ഫാസ്റ്റ് ആയിട്ട് കുറച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളുടെ മുന്നിൽ നമുക്ക് പ്രൗഡായിട്ട് പോയി നിൽക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളുകളെ സെലക്ട് ചെയ്തിട്ട് പോയി ഡിക്ലെയർ ചെയ്യുക. ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളുകൾ നോക്കിയാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും ഇഷ്ടം പോലെ. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി, ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നതാണ്. അപ്പൊ അത് ചെയ്യുക. ഇനി ഈ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളെ നമുക്ക് ഒരിക്കലും അങ്ങോട്ട് ഇറിറ്റേറ്റ് ചെയ്യരുത്, അത് മോശമാണ്. കാര്യം അവർ ചെയ്യുന്ന പോലെ തന്നെ നമ്മളും ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മൾ വ്യത്യാസമില്ലല്ലോ. അപ്പൊ നമ്മുടെ ഒരു സ്വീറ്റ് റിവെഞ്ച് ആയിട്ട് നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യുക. ആ ഒരു സ്വീറ്റ് റിവെഞ്ച് നടക്കും, നമ്മുടെ വെയിറ്റ് ലോസ് നടക്കും, നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ്മെന്റ് ആവും. അപ്പോൾ അത് ചെയ്യുക. നെക്സ്റ്റ്, മോർണിംഗ് വർക്കൗട്ട്. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് നിങ്ങൾക്കൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു 90% രാവിലെ വർക്കൗട്ട് ചെയ്യുക. ഈവനിങ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, എന്നാൽ പോലും മോർണിംഗ് വർക്കൗട്ട് ചെയ്യുക. മോർണിംഗ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു 300 കാലറി ബേൺ ചെയ്യാൻ പാകത്തിന് വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകൾ വർക്കൗട്ട് ചെയ്യുക. ഈ 300 കാലറി രാവിലെ തന്നെ ബേൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. കാര്യം എന്താണ്, നമ്മൾ രാവിലെ പോയി ഒരുപാട് അധ്വാനിച്ച് നമ്മൾ അത്രയും കാലറി കളഞ്ഞതാണ്. ആ ഒരു തോട്ട് നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ, ആ കഷ്ടപ്പാട് നമ്മുടെ ശരീരത്തിന് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും ഉച്ചയ്ക്ക് ലഞ്ച് എടുക്കുമ്പോഴും വൈകുന്നേരം ഡിന്നർ എടുക്കുമ്പോഴും ഒക്കെ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കാലറീസ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. കാര്യം എന്താണ്, രാവിലെ നമ്മൾ വർക്കൗട്ട് ചെയ്തതിന്റെ കഷ്ടപ്പാട് നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. 300 കാലറി ബേൺ ചെയ്തതിന്റെ റെക്കോർഡ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം വേറെ എന്തെങ്കിലും ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ചെയ്ത കഷ്ടപ്പാട് വെറുതെ ആവുന്നുള്ളതാവും. അതുകൊണ്ട് മാക്സിമം നമ്മൾ രാവിലെ വർക്കൗട്ട് ചെയ്യുക, ഒരു 300 കാലറി ബേൺ ചെയ്യുക. ഇതൊരു ഓട്ടോമാറ്റിക്കലി ഡെയിലി ബേസിൽ പ്രോസസ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ ഭക്ഷണത്തിൽ കൺട്രോൾ കൊണ്ടുവരും. രാവിലത്തെ കഷ്ടപ്പാട് നമ്മുടെ ശരീരത്തിന് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ ആ കഷ്ടപ്പാട് ഓർക്കുന്നതുകൊണ്ട് തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള കാലറീസ് കഴിക്കാതെ നമ്മുടെ വെയിറ്റ് ലോസ് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാക്സിമം രാവിലെ വർക്കൗട്ട് ചെയ്യുക. പിന്നെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് 7 ദിവസം വർക്കൗട്ട് ചെയ്യരുത്, ഒരു ദിവസം മസ്റ്റായിട്ടും റെസ്റ്റ് ഡേ വേണം. എന്നാൽ മാത്രമാണ് ബോഡി റിക്കവർ ആയിട്ട് വരത്തുള്ളൂ. 1-2 ദിവസം നമുക്ക് റെസ്റ്റ് ഡേ എടുക്കാം.
അതും പ്രത്യേകം ശ്രദ്ധിക്കുക. റെസ്റ്റ് എടുക്കുമെന്നും പറഞ്ഞിട്ട് അന്ന് ഭക്ഷണത്തിലും ഡയറ്റിലും റെസ്റ്റ് എടുക്കരുത്, വർക്കൗട്ടിൽ മാത്രമേ റെസ്റ്റ് എടുക്കാവുള്ളൂ. അപ്പോൾ രാവിലെ വർക്കൗട്ട് ചെയ്യണത് എപ്പോഴും നല്ലതാണ്. രാവിലെ തന്നെ ഫ്രഷ്നെസ് ആയിട്ട് ആ ക്യാലറി ബേൺ ആവുന്നതുകൊണ്ട് തന്നെ ഒരു ഫുൾ ഡേ നമുക്ക് നമ്മുടെ ഡയറ്റ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതാണ്. കൃത്യമായിട്ട് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ ഒബീസിറ്റി ആകുമ്പോഴത്തേക്കും ഇപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു ചെറിയ ഏജിൽ നിന്ന സമയത്ത് ഒരു 20 വയസ്സ് 30 വയസ്സ് ഇരുന്ന പോലെ നിങ്ങളുടെ ശരീരത്തിൽ ഫ്ലെക്സിബിലിറ്റി വരുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകൾ ഒബീസിറ്റി ആണെങ്കിൽ ഫ്ലെക്സിബിൾ ആയിരിക്കും, പക്ഷെ എന്നാൽ പോലും ഒരു 90% ആൾക്കാർക്കും വെയിറ്റ് കൂടുമ്പോൾ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രെച്ചിങ് ഉണ്ട്, ഒരുപാട് ആസനാസ് ഉണ്ട്, യോഗയിലൊക്കെ ഒരുപാട് സംഭവമുണ്ട്. ഇതെല്ലാം നിങ്ങൾ ചെയ്യുക. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോന്ന് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് കൂടും. ഞാൻ പ്രോഗ്രാം ചെയ്യുന്നതിന് എനിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്നുണ്ട്, എൻ്റെ ശരീരത്തിൽ ഇന്ന മാറ്റങ്ങളുണ്ടെന്നുള്ളൊരു ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ, ഒരു ഫീൽ ഗുഡ് കിട്ടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതാണ്. കുനിഞ്ഞ് ഒരു സാധനം എടുക്കാൻ പറ്റാത്ത ആൾക്കാർ വെയിറ്റ് ഒരു 2 കിലോ 3 കിലോ പറയുമ്പോഴത്തേക്കും ശരീരം ഫ്ലെക്സിബിൾ ആകുമ്പോഴത്തേക്കും നല്ലൊരു ഫീൽ ഗുഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കംഫർട്ട് നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രോഗ്രാം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി ചെക്ക് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യുന്ന ടെസ്റ്റുകളൊക്കെ ഉണ്ട്, ഒറ്റക്കാലിലൊക്കെ നിന്നിട്ട് ബാലൻസ് ചെയ്യുന്ന ടെസ്റ്റ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, നിങ്ങളുടെ ബോഡി തമ്മിലുള്ള കണക്ഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഹെൽത്ത് വൈസ് ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട്, പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ഉപകാരമുണ്ട്. അതുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടയ്ക്ക് സ്ട്രഗിൾസ് ഒന്നും ഇല്ലാതെ നിങ്ങൾ പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതും ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ്, ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എല്ലാവർക്കും തന്നെ അറിയാം. എപ്പോഴും പ്രൊഡക്റ്റിന്റെ എമൗണ്ട് ഓർത്തിരിക്കുക. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ആണ് കഴിക്കുന്നത്, പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. കമ്പനിയിൽ കാശ് കൊടുത്താണ് പ്രൊഡക്റ്റ് എടുത്തുള്ളൂ. നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ പ്രോഗ്രാമിൽ ഉഴപ്പുന്നു അത്രമാത്രം നിങ്ങൾക്ക് എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് 10,000 രൂപ ചെയ്യേണ്ട പ്രോഗ്രാം ആക്കി നിങ്ങൾ ചിലപ്പോൾ 1 ലക്ഷം രൂപ തീർക്കണത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പ്രൊഡക്റ്റിന്റെ എമൗണ്ട് നോക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടിയാലും MRP റേറ്റിന് മേടിച്ചാലും ഏത് റേറ്റിന് മേടിച്ചാലും നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ എമൗണ്ട് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കുക. ഇത്രയും വിലയുള്ള പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ ഓരോ ദിവസം ഉഴപ്പും തോറും വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കോസ്റ്റ് അഡീഷണൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വളരെ ചെറിയ എമൗണ്ടിൽ വളരെ വലിയ റിസൾട്ട് എടുത്ത് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഉഴപ്പുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പോക്കറ്റും നമ്മൾ കാലിയായിക്കൊണ്ടിരിക്കും. എന്നിട്ട് ലാസ്റ്റ് പറയും ഞാൻ കുറേ മേടിച്ച് കഴിച്ചാൽ എനിക്ക് റിസൾട്ട് ഇല്ല എന്ന് പറയും. നമ്മളാരും ചെയ്ത് തെറ്റാന്ന് ഒരാളും പറയത്തില്ല. അതുകൊണ്ട് എപ്പോഴും പ്രൊഡക്റ്റിന്റെ എമൗണ്ടും നോക്കുക, ഏത് ഡിസ്കൗണ്ടിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടി കഴിഞ്ഞാലും. ഇതും നമ്മുടെ വെയിറ്റ് ലോസ് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സിന് സഹായിക്കുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് നമ്മൾ ഒരുപാട് എഡ്യൂക്കേഷൻ സെക്ഷൻസ് ഇടുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള എല്ലാവരും തന്നെ എഡ്യൂക്കേഷൻ സെക്ഷൻസ് അറ്റൻഡ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ വെയിറ്റ് ലോസ് എങ്ങനെയാണ് ഷോർട്ട് കട്ടിൽ വെയിറ്റ് കുറയ്ക്കണത്, എങ്ങനെയാണ് ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് കുറയ്ക്കുന്നത്, എങ്ങനെയാണ് പെട്ടെന്ന് റിസൾട്ട് എടുക്കാൻ സഹായിക്കുന്നത്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷനോട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യം അറിയാൻ സഹായിക്കുന്നതാണ്. എന്ത് പ്രൊഡക്റ്റ് എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, ഏത് രീതിയിൽ കഴിക്കണം, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാലും ഒരു കിലോ വെയിറ്റ് കൂടിയാലും ആ വെയിറ്റ് നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എഡ്യൂക്കേഷൻ സെക്ഷനിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓരോ കോച്ചുമാരും എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സെക്ഷൻ നടത്തുന്നത്. സെക്ഷനിൽ നിങ്ങൾ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഇനിയിപ്പോൾ റിസൾട്ട് കിട്ടിയാൽ പോലും ആ കുറച്ച റിസൾട്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരിക്കലും സാധിക്കത്തില്ല. അത് 100% ഉറപ്പായിട്ടാണ് പറയുന്നത്. എല്ലാവർക്കും പറ്റും. ഒരു അരമണിക്കൂർ നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമുക്ക് ഒരു സെക്ഷനിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിനെ ജീവിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ പറയുന്ന കാര്യങ്ങൾ കേട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരിക്കും. ഇന്ന് ഉപകാരപ്പെടില്ലെങ്കിൽ നാളെ നമുക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരിക്കും. നെക്സ്റ്റ് പിന്നെ നമ്മുടെ വെയിറ്റ് ലോസ് മാരത്തോൺ പോലത്തെ ചലഞ്ച് നമ്മൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു 10 ദിവസത്തേക്ക് ഫാസ്റ്റ് ആയിട്ട് കുറച്ചുകൂടെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഒരു കോമ്പറ്റീഷൻ മൈൻഡിൽ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് കുറയ്ക്കും, ഗിഫ്റ്റുകൾ കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇതും നമ്മുടെ വെയിറ്റ് ലോസ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുക, വെയിറ്റ് ലോസ് ഫാസ്റ്റ് ആയിട്ട് നടത്തുക. നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഇതുപോലുള്ള ഒരുപാട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം യൂസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ ഇതുപോലത്തുള്ള ചലഞ്ചസിലും പങ്കെടുക്കുക. നെക്സ്റ്റ് വൺ, നമ്മൾ സ്വന്തം കോച്ചാവാതിരിക്കുക. നമ്മൾ സ്വന്തം കോച്ചായി കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് ആളുകളുണ്ട്, പ്രൊഡക്റ്റ് വാങ്ങും എന്നിട്ട് അവർ ഇഷ്ടം പോലെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യും, ഒരിക്കലും റിസൾട്ട് ലഭിക്കത്തില്ല. കൃത്യമായിട്ട് ഒരു കോച്ചിങ് സിസ്റ്റത്തിൽ കൂടെ പോയാൽ മാത്രമാണ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ലഭിക്കത്തുള്ളൂ. പ്രൊഡക്റ്റ് വാങ്ങി ചുമ്മാ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും റിസൾട്ട് ലഭിക്കത്തില്ല. നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ യൂസേജ്, വർക്കൗട്ട്, ഡയറ്റ്, ഉറക്കം, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് കൃത്യമായിട്ട് വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച റിസൾട്ട് ലഭിക്കത്തുള്ളൂ. നിങ്ങൾ സ്വന്തമായിട്ട് കോച്ചാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓവർ തിങ്കിങ് ആവത്തുള്ളൂ. സ്വന്തമായിട്ട് കോച്ചാകുമ്പോഴത്തേക്കും 10 പേര് പറഞ്ഞ കേൾക്കും, 100 പേര് പറഞ്ഞേക്കും, നമുക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഇല്ലാത്ത അവസ്ഥയിലോട്ട് വരും. ലാസ്റ്റ് പ്രോഗ്രാം ഉണ്ടാവത്തില്ല, നമ്മളും ഉണ്ടാവത്തില്ല, കുറ്റം മൊത്തം ഹെർബാലൈഫിനായിരിക്കും.
അപ്പോൾ സ്വന്തമായിട്ട് കോച്ച് ആവാതിരിക്കുക. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ പ്രൊഡക്റ്റ് വരുന്ന ഒരാൾ നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും. ആളിനെ കുറിച്ച് അറിഞ്ഞിട്ടും ഇതിനെക്കുറിച്ച് ഫീൽ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ടും ആളുടെ ഒരു ഗൈഡൻസിൽ പ്രോഗ്രാം ചെയ്യുക. ഈഗോ എന്നൂടെ വർക്ക് ആവേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് കോച്ചിന്റെ ഗൈഡൻസിൽ പ്രോഗ്രാം കറക്റ്റായിട്ട് ചെയ്യുക. വന്ന ഉടനെ തന്നെ എനിക്ക് എല്ലാം അറിയാമെന്നും പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒന്നും അറിയാത്ത അവസ്ഥയിലെത്തും. ലാസ്റ്റ് ഹെർബലൈഫ് നിങ്ങൾ വിടർന്നു പോകേണ്ട അവസ്ഥയിലെത്തും. അതുകൊണ്ട് കൃത്യമായിട്ട് കോച്ചുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുക. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിങ്ങളെക്കാൾ മുന്നേ എന്തായാലും ഹെർബലൈഫ് ന്യൂട്രീഷൻ ഷേക്ക് എടുത്തിട്ടുള്ള വ്യക്തിയായിരിക്കും നിങ്ങളുടെ കോച്ച്. അതുകൊണ്ട് കോച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോവുക. പ്രോഗ്രാം കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോവുക. കൺസിസ്റ്റന്റ് ആയിട്ട് പോകാനായിട്ട് ഇതൊരു മാനദണ്ഡമാണ്. നിങ്ങൾ സ്വന്തമായിട്ട് കോച്ചിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ഉണ്ടാവത്തില്ല, പ്രോഗ്രാം ഉണ്ടാവത്തില്ല, ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ ആണ് കോച്ചുമായിട്ട്. നിങ്ങൾക്ക് ആരാണോ പ്രൊഡക്റ്റ് വരുന്നത് ആ കോച്ചുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ വെയിറ്റ് ലോസ് റിസൾട്ടിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുക. ആള് പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് കേൾക്കുക. പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ശ്രമിക്കുക ചെയ്യാനായിട്ട്. അതല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ചില ആൾക്ക് പറ്റത്തില്ല. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ആ ഗൈഡൻസ് എടുത്തിട്ട് ചെയ്യുക. വെയിറ്റ് ലോസിൽ എവിടെയും സ്റ്റക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കോച്ചിനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഗോൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. പറഞ്ഞ രീതിക്കുള്ള എല്ലാ മോട്ടിങ്ങിലോട്ട് എൻ്റർ ആവുക. കൃത്യമായിട്ട് എഡ്യൂക്കേഷൻ സെക്ഷനിലോട്ട് ഇരിക്കുക. കോച്ച് പറഞ്ഞ പോലെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത റിസൾട്ട് ലഭിക്കുന്നതാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഷോർട്ട് ടൈമിൽ നല്ല റിസൾട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ, ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഈ റൊട്ടീൻസ് എല്ലാം കറക്റ്റായിട്ട് പോയാൽ മാത്രമാണ് നല്ല റിസൾട്ട് എടുക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഈ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാതിരിക്കുന്ന വ്യക്തികൾക്കാണ് ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തത്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ. കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാതെ മുന്നോട്ട് പോകാത്ത വ്യക്തികൾക്ക് ഒരിക്കലും കൺസിസ്റ്റന്റ് ആവത്തില്ല. അവർ പ്രൊഡക്റ്റ് പോലും ചിലപ്പോൾ കഴിക്കണ്ടാവത്തില്ല. വന്നിരിക്കുന്നു, കേൾക്കുന്നു, പോകുന്നു, അത്രേ ഉണ്ടാവത്തുള്ളൂ. ഇത്രയാണ് അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് വളരെ കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ട് കുറച്ച് വെയിറ്റ് നിങ്ങൾക്ക് ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെല്ലാം തന്നെ ഓരോ വ്യക്തികളെ കോച്ച് ചെയ്തതിനു ശേഷം നമുക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെയാണ്. ഓരോരുത്തർ ഇന്ററാക്ട് ചെയ്ത് ഓരോരുത്തർ കിട്ടിയ റിസൾട്ട് ബേസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ. ഇത് സയന്റിഫിക്കലി ഹെർബലൈഫ് ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമൊന്നുമല്ല. ഇതിപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഫാസ്റ്റ് ആയിട്ട് നല്ല റിസൾട്ട് എടുക്കുക. ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് ചോദിക്കുക. ഓക്കെ, സംശയങ്ങളൊന്നുമില്ല. സ്ഥിതിക്ക് എല്ലാവരും കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്യുക. കൃത്യമായിട്ട് മുന്നോട്ട് പോവുക. നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക് യു.